അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാന്യ സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ഗ്രാമർ ക്ലാസ്സിൻ്റെ 5ാമത്തെ ക്ലാസ്സാണ് പഠിക്കുന്നത്. അത് ഇഅ്റാബ് അതുപോലെ തന്നെ ബിനാവ് എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ഗ്രാമർ ഭാഗമാണ്. വാക്യഘടന മനസ്സിലാക്കിയാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇഅ്റാബ്. ഒരു വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിൽ വരുന്ന സ്വരചിഹ്നങ്ങൾ അഥവാ ഹർക്കത്തുകൾ മൂലം ആ വാക്കിന് വാക്യത്തിൽ ലഭിക്കുന്ന സ്ഥാനത്തെയും അർത്ഥത്തെയും നിർണയിക്കുന്നതിനാണ് ഇഅ്റാബ് എന്ന് പറയുന്നത്. ഒരേ വാക്ക് പല രൂപത്തിൽ വരാം. അവസാനത്തെ സ്വരചിഹ്നങ്ങളിൽ അഥവാ ഹർക്കത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ നാമം, ക്രിയ അഥവാ നൗണ്, വെർബ് എന്നിവയെ രണ്ടായി തിരിക്കുന്നു. അതേതെല്ലാണ്? ഒന്ന് മുഅ്റബ്, രണ്ട് മബ്നി. ബിനായിൽ നിന്ന് വന്നതാണ് മബ്നി. അപ്പം മബ്നിയും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? മുഅ്റബും ഉണ്ട്. മബ്നി എന്ന് പറഞ്ഞാൽ അവസാനത്തെ പദത്തിൻ്റെ ഹർക്കത്തിൽ മാറ്റം വരാത്തതാണ്. അവസാനത്തെ പദത്തിൻ്റെ ഹർക്കത്തിൽ മാറ്റം വരുന്നതാണ് മുഅ്റബ്. അപ്പം മബ്നി എന്താണ്, മുഅ്റബ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഉദാഹരണം നോക്കാം. മുഹമ്മദുൻ, അവിടെ ദാലിനി തൻവീൻ ലമ്മാണ്. മുഹമ്മദ, അവിടെ ദാലിനി ഫതഹ് തൻവീനാണ്. മുഹമ്മദി, അവിടെ ദാലിനി കെസർ അഥവാ ജറാണ്. ഈ മൂന്ന് പദങ്ങളും പരിശോധിച്ചാൽ അവസാനത്തെ ചിഹ്നത്തിൽ അഥവാ ഹർക്കത്തിൽ എന്ത് വരുന്നുണ്ട്? വ്യത്യാസം വരുന്നുണ്ട്. ഫതഹും ഉണ്ട്, ലമ്മും ഉണ്ട്, കെസറും ഉണ്ട്. അപ്പം അങ്ങനെ മാറ്റം വന്നാൽ ആ പദത്തിന് നമ്മൾ എന്ത് പറയുമെന്നറിയോ? മുഅ്റബ് എന്ന് പറയും. ഇപ്പം ഞാൻ പറഞ്ഞത് മുഅ്റബാണ്, മാറ്റിക്കൊണ്ടിരിക്കുക. ഇനി ഇഅ്റാബിൻ്റെ 4 അവസ്ഥകളാണ് പറയാൻ പോകുന്നത്. അതേതെല്ലാണ് ഇഅ്റാബിൻ്റെ 4 അവസ്ഥകൾ? ഒന്ന് നെസ്ബ്. നെസ്ബ് എന്ന് പറഞ്ഞാൽ ഫതഹിൽ കാണുന്നതാണ്. വാക്യത്തിൻ്റെ പദത്തിൻ്റെ അവസാനത്തിൽ എന്ത് വരാം? ഫതഹ് വരിക. അതിന് മൻസൂബ് എന്നും പറയും. അപ്പം നെസ്ബ്, മൻസൂബ്, ഫതഹ് അതിൻ്റെ ചിഹ്നങ്ങൾക്ക് അറിയാം. അത് സാധാരണയായിട്ട് കർമ്മത്തിൽ അഥവാ ഓബ്ജക്റ്റിലാണ് വരിക, നെസ്ബ്. പിന്നെ വരുന്നത് ജറാണ്. ജറിനെ നമ്മൾ കിസ്ർ എന്ന് പറയും, അഥവാ മജ്റൂർ എന്ന് പറഞ്ഞ മറ്റൊരു വാക്കിലും അത് പ്രയോഗിക്കാറുണ്ട്. പിന്നെ വരുന്നത് റഫ് ആണ്. റഫിനെ നമ്മൾ മർഫു എന്നും അഥവാ ലൊമ്മത്ത് അത് തെൻവീനും ആവാം, കാലി ലൊമ്മും ആവാം. അത് വരുന്നത് എന്തിലാണ്? സബ്ജക്റ്റിലാണ് അഥവാ കർത്താവിലാണ്. ഏത്? റഫ് എപ്പോഴും കർത്താവിലായിരിക്കുക, ശ്രദ്ധിക്കാം. പിന്നെ വരുന്നത് ജസ്മ് എന്ന് പറഞ്ഞാൽ സുക്കൂനാണ്. അതിൻ്റെ മറ്റൊരു പേരാണ് മജ്സൂം. ഇത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഇതിൻ്റെ വിശദീകരണങ്ങളാണ് താഴെ ഞാൻ കൊടുക്കാൻ പോണത്. ഉദാഹരണമായിട്ട് ഖറഅ മുഹമ്മദുൻ അൽ ഖുർആന. ഖറഅ ഓതി, മുഹമ്മദുൻ മുഹമ്മദ്, അൽ ഖുർആന അവിടെ ഫത്ഹ വന്നത്. അപ്പോൾ ഫത്ഹ് വരുമ്പോൾ എന്തായിരിക്കും? അത് സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? ഖറഅ എന്നുള്ളത് വെർബായി, ഓതി. മുഹമ്മദുൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഓതിയതെന്ന് കിട്ടി. എന്താണ് ഓതിയത് എന്നുള്ളതിന് എങ്ങനെയാണ് പറയുക നമ്മൾ? അൽ ഖുർആൻ. അപ്പോൾ അൽ ഖുർആൻ എന്നുള്ളത് മഫൂലും ബിഹി എന്നാ പറയാം. അത് പഠിക്കുന്നുണ്ട്, വരും. അപ്പോൾ ലമ്മത്തിന് എന്താണ്?
റഫീൻ്റെ അടയാളം നമ്മൾ പറഞ്ഞല്ലോ ലൊമ്മത്തിന്, ലൊമ്മ് തെൻവീൻ ലൊമ്മ്. സാധാരണയായി വാക്യത്തിലെ കർത്താവ് അഥവാ സബ്ജക്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. പിന്നെ അറബിയിൽ അതിന് ഫായിൽ എന്നാണ് പറയുക. ഫായിൽ എഴുന്നേറ്റ് നിൽക്കുന്ന വാക്കെന്നും ഒരു പേരതിന് കൊടുത്തിട്ടുണ്ട്. അതിനെന്താ പറയുകയെന്ന് വെച്ചാൽ മുബുത്തദ. എന്താ പറയുക? മുബുത്തദ. അപ്പോൾ കർത്താവ്, മുബുത്തദ, ഫായിൽ, ഇതൊക്കെ ഒരേ വാക്കുകളാണ്. ഇവക്കൊക്കെ തന്നെ എന്ത് ലഭിക്കുന്നറിയോ? റഫ് ലഭിക്കും, അഥവാ ലമ്മത്ത് ലഭിക്കുന്ന അർത്ഥം. ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം. സെയ്ദുൻ എന്നുള്ളതാണ് ഇവിടെ എന്ത്? കർത്താവ് അഥവാ മുബുത്തദ. അപ്പോൾ സെയ്ദ് വന്നു എന്നാണ് പറഞ്ഞതിനെ കൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ ലമ്മു വന്നല്ലോ. അപ്പോൾ അതാണ് പറഞ്ഞത്. രണ്ടാമത്തത്, ഇപ്പോൾ ഇവിടെ ജായന് ഭൂതകാല ഫിയലാണ്. ഫീലുൽ മാലി എന്ന് പറയുന്നത്. ഫീലുൽ മാലി. സെയ്ദ് എന്നുള്ളത് എന്താണ്? ചെയ്യുന്ന ആൾ അഥവാ കർത്താവ് ഫായിലാണ്. അപ്പോൾ കർത്താവ് ആയതിനാൽ അതിനെന്ത് കിട്ടി? റഫ് ലഭിച്ചു. അതിനാൽ ലമ്മത്ത് അവസാനത്തിൽ നൽകിയിരിക്കുന്നു. അപ്പോൾ ലമ്മത്തിൻ്റെ കഴിഞ്ഞു. അപ്പോൾ ലമ്മത്ത് എന്നുള്ളത് നമ്മൾ എന്തിനാ വരിക? അവസാനത്തെ പദത്തിലെ കർത്താവിലാണ് വരിക. കർത്താവിന് മറ്റൊരു വാക്കെന്താണ്? മുബുത്തദ, ഫായില്. അപ്പോൾ ഫായിലാണ് എപ്പോഴും എന്ത് വരിക? ലമ്മത്ത് വരാമെന്നുള്ള മനസ്സിലാക്കുക. ഓക്കെ. അടുത്തത് രണ്ടാമത്തത്, ഫതഹത്തോടെ വരിക എന്നുള്ളതാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത്. ലമ്മത്ത് വന്നല്ലോ. കർത്താവിലാണ് ലമ്മത്ത് വരുന്നത്. മുബുത്തദ എന്ന് അതിന് പറയും. സബ്ജക്റ്റ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയാം. ഒക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഫതഹ് വരുന്നത് നസ്ബിൻ്റെ അടയാളമാണ്. നസ്ബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഫതഹാണ്. വാക്യത്തിലെ ഓബ്ജക്റ്റിൽ വരുന്ന അഥവാ മഫൂലും ബിഹിയിലാണ് എന്ത് വരിക? ഫതഹ് വരിക. നേരത്തെ ഞാൻ ഉദ്ദേശിച്ച ഓർക്കുന്നുണ്ടല്ലോ നിങ്ങൾ. ഖറഅ മുഹമ്മദുൻ അൽ ഖുർആന, അവിടെ ഫതഹാണ് വന്നത്. മഫൂലും ബിഹിന്ന് അതിന് പറഞ്ഞത്. വാക്കിന്, അങ്ങനെയുള്ള വാക്കിന് എന്ത് ലഭിക്കും എന്നാണ് പറഞ്ഞത്? നസ്ബ് ലഭിക്കും. ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാം. റഅയ്തു സെയ്ദ ഫതഹാണ്. ഞാൻ സെയ്ദിനെ കണ്ടു. റഅയ്തു സെയ്ദ ഫതഹാണ് അവസാനത്തെ ഹർക്കത്തായിട്ട് വന്നത്. റഅയ്തു ഞാൻ കണ്ടു. അതെന്താണ്? റഅയ്തു എന്ന് പറഞ്ഞാൽ ക്രിയയുമാണ് കർത്താവുമാണ്. നേരത്തെ പറഞ്ഞത് സബ്ജക്റ്റ് ഫായിൽ മുബുത്തദാണ്. ഇവിടെ എന്താ പറഞ്ഞത്? ക്രിയയുമാണ് കർത്താവുമാണ്. അപ്പോൾ റഅയ്തു സെയ്ദ, ആരെ കണ്ടു എന്നാണ് പറഞ്ഞത്? സെയ്ദിനെ കണ്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ കർമ്മം മഫൂലും ബിഹിയിലാണ് വരുന്നതെന്ന് അർത്ഥം. കർമ്മമായതിനാൽ അതിനെന്ത് ലഭിച്ചു? നസ്ബ് ലഭിച്ചു. ദാലിന് ഫതഹ് ഇട്ടു എന്ന് അർത്ഥം. സെയ്ദ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് കെസറത്ത് അഥവാ ജെറ് വരുന്നത് ഓടാൻ നോക്കുക. കെസറ് അഥവാ ജെറിൻ്റെ അടയാളമാണ്. പ്രിപ്പോസിഷനാണത്. പിന്നെ ഹുറൂഫുൽ ജെറ് എന്നാണ് ഈ പറയുക. ഹുറൂഫുൽ ജെറ് ഹർഫിന് ശേഷമോ ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്നു. ഹർഫിന് ശേഷമാണിത് വരിക. പിന്നെ ഉടമസ്ഥതയാണ് സൂചിപ്പിക്കുന്നത്. ചേർത്ത് പറയുന്ന വാക്കുകളിലോ അഥവാ മുലാഫ് ഇലൈഹി എന്ന് പറയും ജെറ് ലഭിക്കുന്നു. ഇതിൻ്റെ അടയാളം കെസറാണ്. ഉദാഹരണമായിട്ട് നമുക്ക് വളരെ നല്ലൊരു ഉദാഹരണം എടുക്കാം. മറർത്തു ബി സെയ്ദി, ഞാൻ സെയ്ദിൻ്റെ അടുക്കലൂടെ നടന്നു എന്നാണ് അർത്ഥം. മറർത്തു ബി സെയ്ദി. അവിടെ ബി എന്ന് വന്നത് കൊണ്ടാണ് അവിടെ എന്തായത്? സെയ്ദി എന്ന് വന്നത്. ബി എന്നുള്ളത് ഹർഫാണ്, ഹർഫ് ജറാണ്. അതുകൊണ്ട് സെയ്ദി നമ്മൾ പറഞ്ഞു. അപ്പം ബി സെയ്ദി മറർത്തു, ഞാൻ കടന്നുപോയി. അപ്പം അവിടെ അതിന് എന്താ പറയുക? ഇസ്മുൽ മജ്റൂറാണ്. എന്ത്? ഇസ്മുൽ മജ്റൂറാണ് സെയ്ദി എന്ന് പറയുന്നത്. മറർത്തു സെയ്ദി. അപ്പോൾ അത് നമുക്ക് കിട്ടി. കസറ് ജറ് വരുന്നതാണെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് ആദ്യത്തെ എന്താ കിട്ടിയത്? ഫതഹ് കിട്ടി, നസ്ബാണ്. പിന്നെന്ത് കിട്ടി നമുക്ക്? കസറാണ്, ജറാണ്. പിന്നെ നമ്മളെന്ത് പഠിച്ചു കഴിഞ്ഞു?
പിന്നെ മർഫു അഥവാ ലമ്മ് അതും പഠിച്ചു കഴിഞ്ഞ് ഈ ലാസ്റ്റത്തെ കേട്ടോളി. നാലാമത്തത് സുക്കൂന്. ജസ്മിൻ്റെ അടയാളമാണ് സുക്കൂന്. നാമങ്ങൾക്ക് വരില്ല, ഒരിക്കലും സുക്കൂന് നാമത്തിൻ്റെ മുകളിലിടൂല. പിന്നെ ക്രിയകൾക്ക് മാത്രമാണ് സുക്കൂൻ കൊടുക്കുക. ശ്രദ്ധിക്കണേ, നാമങ്ങൾക്ക് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് അവിടെ എന്താവില്ല, നാമത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കൂല എന്നർത്ഥം. സുക്കൂന് വരുമ്പോഴേ മുഹമ്മദ് എന്ന് പറയാം, മുഹമ്മദി എന്ന് പറയാം, മുഹമ്മദ എന്ന് പറയാം. മുഹമ്മദ് എന്ന് പറയാൻ പാടില്ല, നമ്മൾ വെക്കണില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ജസ്മിൻ്റെ അടയാളം സുക്കൂനാണ്. നാമങ്ങൾക്ക് വരില്ല, ക്രിയകൾക്ക് മാത്രമാണ് വരിക. പിന്നെ അതുപോലെ തന്നെ വിരോധിക്കുന്ന, അതായത് നെഗറ്റീവായിട്ട് പറയുന്ന അക്ഷരങ്ങൾ അതേതാണത്? ലാം. നിഷേധിക്കുന്ന അക്ഷരങ്ങൾ അതുപോലെ തന്നെ ലമ്മും ലാമും വർത്തമാന ക്രിയക്ക് മുമ്പിൽ വരുമ്പോൾ ലാമും ലമ്മും വർത്തമാന കാല ക്രിയക്ക് മുമ്പിൽ വരുമ്പോൾ ക്രിയക്ക് ജസ്മ് ലഭിക്കും. ജസ്മിൻ്റെ അടയാളമാണ് സുക്കൂൻ. ഉദാഹരണമായിട്ട് ലം യദ്ഹബ് ക്രിയാണ് ദഹബാന്നുള്ളതിൻ്റെതാണ് യദ്ഹബ്. അപ്പം ലം യദ്ഹബ് എന്ന് പറയുന്നത് എന്താണ്? സുക്കൂനാണ്. ആ ക്രിയൻ്റെ മുകളിലാണ് വന്നിട്ടുള്ളത്. ലം നിഷേധവാക്യാണ്, അവൻ പോയില്ല എന്നാണ് അർത്ഥം. ലം വന്നതിനാൽ ക്രിയക്ക് ജസ്മ് ലഭിച്ചു. ബാൻ്റെ മുകളിലാണ് സുക്കൂൻ ഇട്ടിട്ടുള്ളത് എന്നർത്ഥം. അപ്പം അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോൾ ഇനി നമുക്ക് വിശദമായിട്ട് എന്ത് പഠിക്കാം? മബിനിയും അതുപോലെ തന്നെ മുഖറബും എന്താണെന്നൊന്ന് വിശദീകരിച്ച് പഠിക്കാം. മബിനി എന്ന് പറഞ്ഞാൽ വാക്യത്തിൻ്റെ എവിടെ വന്നാലും സ്ഥാനം മാറിയാലും വാക്കിൻ്റെ അവസാന ഹർക്കത്ത് മാറാതെ ഒരേ രൂപത്തിൽ നിൽക്കുന്നതാണ് മബിനി അഥവാ ബിനാ. നമ്മൾ പഠിച്ചാൽ മബിനി എന്ന് പറഞ്ഞാൽ ഹർക്കത്ത് എന്താവില്ല, മാറൂല എന്നർത്ഥം. വാക്യത്തിൻ്റെ ഏത് സ്ഥാനത്ത് വന്നാലും ഹർക്കത്ത് എന്താവില്ല, മാറൂല. അപ്പം അതിന് ഒരു ഉദാഹരണം നമുക്ക് എടുക്കാം. പിന്നെ ഹാദ എന്നുള്ള വാക്കെടുക്കുക. അപ്പം ഇവിടെ അവൻ അല്ലെങ്കിൽ ഇവൻ വന്നു എന്നുള്ളതിന് എങ്ങനെ പറയാ? ജാഹദ അവൻ വന്നു. അപ്പോൾ അവിടെ ഹാദ എന്നുള്ള വാക്ക് നമുക്ക് അവിടെ കിട്ടുന്നത് ലാസ്റ്റിലാണ്. പിന്നെ ഞാൻ ഇവനെ കണ്ടു എന്നെങ്ങനെ പറയും? റഅയ്തു ഹാദ. അവിടെ ഈ ഹാദ തന്നെയാണ്, ഹാദി ആയിട്ടില്ല, ഹാദൂന്നായിട്ടില്ല, രണ്ടും ഹാദ തന്നെ. അപ്പം തുടക്കത്തിൽ വന്നപ്പോഴും ഹാദ ഹർക്കത്ത് മാറിയിട്ടില്ല, ഒടുക്കത്തിൽ വന്നപ്പോഴും ഹാദ ഹർക്കത്ത് മാറിയില്ല. ഇനി മറർത്തു ബി ജറ് വന്നിട്ടപ്പോഴും എന്തായില്ല, ഹാദക്ക് മാറിയില്ല. അപ്പം ഹാദ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. കാരണം എന്താണ്? മബിനിയാണ്. മബിനിയിൽ എന്താവില്ല, ഹർക്കത്ത് മാറൂല എന്നർത്ഥം. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി മബിനിയിൻ്റെ ഓപ്പോസിറ്റാണ്, വിപരീത പദമാണ് മൂറബ്. മൂറബ് നമുക്ക് എക്സാമ്പിൾ കിട്ടണമല്ലോ. മൂറബ് സ്ഥാനമനുസരിച്ച് അവസാന ഹർക്കത്ത് മാറുന്നവയാണ്. സ്ഥാനമനുസരിച്ച് അവസാനത്തെ ഹർക്കത്ത് മാറിക്കൊണ്ടിരിക്കും. ഉദാഹരണം നോക്കിക്കോളി. ദുൻ ദാലിൻ്റെ മുകളിൽ ലമ്മത്താണ് വന്നത്, സെയ്ദ് വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. റഅയ്തു സെയ്ദ ഞാൻ സെയ്ദിനെ കണ്ടു. അപ്പോൾ സെയ്ദ തെൻവീൻ ഫത്തഹാണ് വന്നത്. നേരത്തെ ആദ്യം വന്നത് എന്താണ്? ജാ സെയ്ദുൻ ലമ്മത്താണ് വന്നത്. ഇനി മറർത്തു ബി സെയ്ദി ജറാണ്, ബി വന്നതിനെ കൊണ്ട് ജറായി, അവിടെ കെസറാണ് വന്നത്. ഞാൻ സെയ്ദിൻ്റെ അടുത്തുകൂടെ കടന്നുപോയി. ഇവിടെ സെയ്ദുൻ എന്ന് പറയുന്ന വാക്ക് മുഅറബാണ്. സെയ്ദ മുഅറബാണ്, സെയ്ദി അതും മുഅറബാണ്. കാരണം എന്താ? അത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അപ്പം മുഅറബ് തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത്. മബിനി എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെട്ടതെന്നാണ്. ബന എന്ന് പറഞ്ഞാൽ കെട്ടിടണ്ടാക്കുക എന്നൊക്കെയാണ്. അപ്പം മബിനി എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെട്ടതാണ്. വാക്യത്തിൽ സ്ഥാനം മാറിയാലും വാക്കിൻ്റെ രൂപം മാറില്ല. ഹാദ എന്നുള്ളതിന് നമ്മൾ പഠിച്ചത് എന്താണ്? ഇത് ഈ എന്നൊക്കെയാണ് ഹാദ ത്വാലിബുൻ, ഇതൊരു വിദ്യാർത്ഥിയാണ്. ത്വാലിബുൻ
നോക്കണേ ഹാദ വെച്ചപ്പോൾ മുമ്പിലാണ്